ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 14 ചാപ്റ്റേഴ്സിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററായ യൂണിറ്റ് 14 ആണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സീരീസിലേക്ക് കടക്കാം. ഈ സീരീസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ടാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ആസിഡ് റെയിൻ? യൂണിറ്റ് 14 നിന്ന് സ്ഥിരമായി കണ്ടുവരാറുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദി pH ഓഫ് റെയിൻ വാട്ടർ ഡ്രോപ്സ് ബിലോ 5.6 ഇറ്റ് ഈസ് കോൾഡ് ആസിഡ് റെയിൻ. മഴവെള്ളത്തിൻ്റെ pH 5.6 താഴേക്ക് പോകുമ്പോൾ അതിനെ അമ്ലമഴ എന്ന് പറയുന്നു. നമുക്കറിയാം pH 7 താഴെയാണെങ്കിൽ അതിന് അസിഡിക് നേച്ചറാണ്. അപ്പോൾ നമ്മുടെ മഴയ്ക്ക് സ്വാഭാവികമായി തന്നെ ഒരു അസിഡിക് നേച്ചറുണ്ട്. അപ്പോൾ അതിൻ്റെ pH 5.6 താഴേക്ക് പോകുമ്പോൾ നമ്മളതിനെ എന്ത് വിളിക്കും? ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദി കെമിസ്ട്രി ബിഹൈൻഡ് ദി ഫോർമേഷൻ ഓഫ് ആസിഡ് റെയിൻ. അപ്പോൾ ആസിഡ് റെയിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആസിഡ് റെയിനിന് പിന്നിലുള്ള കെമിസ്ട്രി എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് സൾഫർ ആർ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ആസിഡ് റെയിൻ. ദീസ് ഗ്യാസസ് ഡിസോൾവ് ഇൻ റെയിൻ വാട്ടർ ആൻഡ് ഫോംസ് സ്ട്രോങ് ആസിഡ്സ് ആസ് ഫോളോസ്. ഇന്ധനങ്ങൾ കത്തുമ്പോഴും, അതായത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോഴും അതുപോലെ മോട്ടോർ വാഹനങ്ങൾ, ഫാക്ടറികൾ എന്നിവ പ്രവർത്തിക്കുമ്പോഴും പുറത്തു വരുന്ന സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡുമാണ് ഈ ആസിഡ് റെയിന് മെയിനായിട്ട് കാരണക്കാരാകുന്നത്. ഈ സൾഫർ ഡയോക്സൈഡ് ജലത്തിൽ ലയിച്ച് ചേരുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് ആകും. നൈട്രജൻ ഡയോക്സൈഡ് ജലത്തിൽ ലയിച്ച് ചേരുമ്പോൾ നൈട്രിക് ആസിഡ് ആകും. ഇത് രണ്ട് സ്ട്രോങ് ആസിഡ്സ് ആണെന്ന് നമുക്കറിയാം. ഇതാണ് ആസിഡ് മഴയ്ക്ക് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ? ഈ ആസിഡ് റെയിൻ കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ്, ആസിഡ് റെയിൻ ഈസ് ഹാംഫുൾ ഫോർ അഗ്രികൾച്ചർ, ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആസ് ഇറ്റ് ഡിസോൾവ്സ് ആൻഡ് വാഷസ് അവേ ന്യൂട്രിയൻസ് നീഡഡ് ഫോർ ദെയർ ഗ്രോത്ത്. ഈ ആസിഡ് റെയിൻ കൃഷിക്കും സസ്യങ്ങൾക്കും ഹാനികരമാണ്. കാരണം അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങളെയെല്ലാം ഈ ആസിഡ് റെയിൻ ലയിപ്പിച്ച് ഒഴുക്കിക്കളയുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, റെസ്പിറേറ്ററി എയിൽമെൻറ്റ്സ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആനിമൽസ്. മനുഷ്യരിലും മൃഗങ്ങളിലും ശ്വാസകോശ രോഗങ്ങൾക്കും ഈ ആസിഡ് റെയിൻ കാരണമാവുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് അഫക്ട്സ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ലൈഫ് ഇൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റം. ജലത്തിലെ ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കുന്നതിനും ഈ ആസിഡ് റെയിൻ കാരണമാകാറുണ്ട്. അടുത്ത പോയിന്റ്, ഇറ്റ് കൊറോഡ്സ് വാട്ടർ പൈപ്സ് റിസൾട്ടിംഗ് ഇൻ ദി ലീച്ചിങ് ഓഫ് ഹെവി മെറ്റൽസ് സച്ച് ആസ് അയൺ, ലെഡ് ആൻഡ് കോപ്പർ ഇൻ ടു ദി ഡ്രിങ്കിങ് വാട്ടർ. ജലവാഹികളായ കുഴലുകളെ അമ്ലജലം ദ്രവിപ്പിക്കുകയും തന്മൂലം ഭാരം കൂടിയ ലോഹങ്ങളായ ഇരുമ്പ്, ലെഡ്, കോപ്പർ എന്നിവ കുടിവെള്ളത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടിയുണ്ട്. ആസിഡ് റെയിൻ ഡാമേജസ് ബിൽഡിംഗ്സ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ഓർ മെറ്റൽ. മാർബിൾ പോലുള്ള കല്ലുകളോ ലോഹങ്ങളോ കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളുടെ നാശത്തിനും ഈ ആസിഡ് മഴ കാരണമാകുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് താജ്മഹൽ. താജ്മഹൽ ഈസ് അഫക്റ്റഡ് ബൈ ആസിഡ് റെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദി ടേം ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ BOD. അപ്പോൾ BOD എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫുൾ ഫോമായിട്ട് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് തന്നെ ചോദിക്കാം. അപ്പോൾ എന്താണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ എയറോബിക് ബാക്ടീരിയ ടു ബ്രേക്ക് ഡൗൺ ദി ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ എ സർട്ടൻ വോളിയം ഓഫ് എ സാമ്പിൾ ഓഫ് വാട്ടർ ഈസ് കോൾഡ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓർ BOD. ഒരു നിശ്ചിത വ്യാപ്തം ജലത്തിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കാൻ എയറോബിക് ബാക്ടീരിയകൾക്ക്, അതായത് ഓക്സിജൻ ആവശ്യമുള്ള ബാക്ടീരിയകൾക്ക് ആവശ്യമായി വരുന്ന ഓക്സിജൻ്റെ അളവിനെയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജൈവവസ്തുക്കൾ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ കൂടുതലാണെങ്കിൽ ഈ ബാക്ടീരിയകൾക്ക് കൂടുതൽ ഓക്സിജൻ ആവശ്യമായി വരും. അപ്പോൾ BODയും കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ BOD കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ജലം മലിനമാണ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രീൻ കെമിസ്ട്രി? എന്താണ് ഗ്രീൻ കെമിസ്ട്രി? ഗ്രീൻ കെമിസ്ട്രി ഈസ് ദി പ്രോഗ്രാം ഓഫ് ഡെവലപ്പിംഗ് ന്യൂ കെമിക്കൽ പ്രോസസ്സസ് ഓർ മേക്കിംഗ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദി ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോസസ്സസ് ബൈ യൂസിംഗ് ദി എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി ആൻഡ് അതർ സയൻസസ് സോ ആസ് ടു മേക്ക് ദം ലെസ് ഹാംഫുൾ ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയൺമെൻറ്റ്. രസതന്ത്രത്തിലെയും മറ്റ് ശാസ്ത്രങ്ങളിലെയും നിലവിലുള്ള അറിവും തത്വങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിയും പുതിയ രീതികൾ ആവിഷ്കരിച്ചും പരിസ്ഥിതിക്കും മാനവരാശിക്കും ഉണ്ടാകുന്ന നാശം കുറച്ചു കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഗ്രീൻ കെമിസ്ട്രി. അതായത് നമുക്ക് ഇപ്പോൾ സയൻസിലുള്ള അറിവിനെ വികസിപ്പിച്ചെടുത്ത് പരിസ്ഥിതിക്ക് നാശമല്ലാത്ത രീതിയിൽ സയൻസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ കെമിസ്ട്രി ഉപയോഗിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഈ ഗ്രീൻ കെമിസ്ട്രി.
അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്. ഗ്രീൻ കെമിസ്ട്രിയുടെ ഒരു ആപ്ലിക്കേഷൻ, 2 ആപ്ലിക്കേഷൻ എഴുതുക അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് എഴുതുക എന്ന് ചോദിച്ചാലും ഇതേ പോയിൻറ്റ്സ് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്സ്, വസ്ത്രങ്ങളുടെ ഡ്രൈ ക്ലീനിങ്. ടെട്രാക്ലോറോ ഈത്തീൻ വാസ് ഏർലിയർ യൂസ്ഡ് ആസ് സോൾവെൻറ്റ് ഫോർ ഡ്രൈ ക്ലീനിങ്. ദിസ് കോമ്പൗണ്ട് കണ്ടാമിനേറ്റ്സ് ദി ഗ്രൗണ്ട് വാട്ടർ ആൻഡ് ഈസ് സസ്പെക്റ്റഡ് ടു ബി കാർസിനോജനിക്. ഇറ്റ്സ് യൂസ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ ലിക്വിഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് എലോങ് വിത്ത് എ സ്യൂട്ടബിൾ ഡിറ്റർജൻറ്റ് വിച്ച് ഈസ് ലെസ് ഹാംഫുൾ. അപ്പോൾ എന്താ പറഞ്ഞത്? വസ്ത്രങ്ങളുടെ ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടി മുൻകാലങ്ങളിൽ ടെട്രാക്ലോറോ ഈത്തീനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഗ്രൗണ്ട് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ കാർസിനോജനിക്കാണ്, ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ലിക്വിഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതും സ്യൂട്ടബിൾ ഡിറ്റർജൻറ്റുമായിട്ട് ചേർത്ത് നമ്മളുടെ വസ്ത്രങ്ങളുടെ ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. സിമിലർലി ഫോർ ബ്ലീച്ചിങ് ഓഫ് ക്ലോത്ത്സ് ഇൻ ദി ലോണ്ട്രി, hydrogen peroxide H2O2 is being used, which gives better results and make use of less amount of water. ലോണ്ട്രികളിൽ, തുണികൾ കഴുകുന്ന സ്ഥലങ്ങളിൽ തുണികൾ വെളുപ്പിക്കാൻ, ബ്ലീച്ച് ചെയ്യുന്നതിന് വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് മെച്ചപ്പെട്ട ഫലം തരികയും ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഗ്രീൻ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷനായി പറയാവുന്ന മറ്റൊരു പോയിൻ്റാണ് ബ്ലീച്ചിങ് ഓഫ് പേപ്പർ, പേപ്പറിൻ്റെ ബ്ലീച്ചിങ്. ഏർലിയർ ക്ലോറിൻ ഗ്യാസ് വാസ് യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ് പേപ്പർ വിച്ച് ഈസ് ഹൈലി ടോക്സിക് കെമിക്കൽ. ഇറ്റ്സ് യൂസ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ ഹൈഡ്രജൻ പെറോക്സൈഡ് എലോങ് വിത്ത് എ സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ്. മുൻകാലങ്ങളിൽ പേപ്പർ ബ്ലീച്ച് ചെയ്യാൻ ക്ലോറിൻ വാതകമാണ് ഉപയോഗിച്ചിരുന്നത്. ക്ലോറിൻ എന്തുമാത്രം ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കലാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഉചിതമായ ഉൽപ്രേരകത്തിൻ്റെ സഹായത്താൽ ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഈസ് ദി ഫിനോമിനൻ ഇൻ വിച്ച് എർത്ത്സ് അറ്റ്മോസ്ഫിയർ ട്രാപ്സ് ദി ഹീറ്റ് ഫ്രം ദി സൺ ആൻഡ് പ്രിവെൻറ്റ്സ് ഇറ്റ് ഫ്രം എസ്കേപ്പിംഗ് ഇൻ ടു ദി ഔട്ടർ സ്പേസ്, റിസൾട്ടിംഗ് ഇൻ ദി റൈസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഭൂമിയുടെ അന്തരീക്ഷം സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ, താപത്തെ പുറത്തുവിടാതെ തടഞ്ഞു നിർത്തുന്നതിൻ്റെ ഫലമായിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ താപനില വർദ്ധിക്കുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. The Earth's atmosphere absorbs most of the solar energy that falls on it, and it heats the surface of the Earth. The rest of the heat radiates back to the atmosphere in the forms of infrared radiation. These radiations are absorbed by greenhouse gases such as carbon dioxide, methane, ozone, chlorofluorocarbon compounds or CFC, water vapor, etc. ഭൂമിയിൽ എത്തിച്ചേരുന്ന സോളാർ എനർജി അല്ലെങ്കിൽ അച്ചൂടിൻ്റെ ഭൂരിഭാഗവും ഭൂമിയുടെ ഉപരിതലം ആഗിരണം ചെയ്യുന്നു. തൽഫലമായിട്ട് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ സർഫസിൽ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന ഹീറ്റ് ഇൻഫ്രാറെഡ് വികിരണങ്ങളുടെ, ഇൻഫ്രാറെഡ് റേഡിയേഷൻസിൻ്റെ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ റേഡിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ വികിരണങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തൈൻ, ഓസോൺ, ക്ലോറോഫ്ലൂറോ കാർബണുകൾ, ജലബാഷ്പം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ തുടങ്ങിയ ഗ്യാസിൻ്റെ ഒരു പുതപ്പ് ഈ ഇൻഫ്രാറെഡ് വികിരണങ്ങളെ പുറത്തേക്ക് പോകാതെ അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞു വയ്ക്കുന്നു. ഈ ഗ്യാസസിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൂട് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഭൂമിയുടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഇഫക്റ്റിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് പഠിക്കുമ്പോൾ അതിനൊപ്പം പഠിക്കുന്ന ഒരു കാര്യമാണ് വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് മൂലം ഭൂമിയുടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആസ് ദി ടെമ്പറേച്ചർ ബിക്കംസ് ഹോട്ടർ ആസ് എ റിസൾട്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ദി ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസസ് അപ്പ്. ദിസ് ഈസ് നോൺ ആസ് ഗ്ലോബൽ വാർമിംഗ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് മൂലം അന്തരീക്ഷത്തിൻ്റെ താപനില വർദ്ധിക്കുകയും തൽഫലമായി ഭൂമിയുടെ ചൂട് ദിനംപ്രതി കൂടി വരികയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി കോസ് ഓഫ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണം എന്തൊക്കെയാണ്? അപ്പോൾ 2 കാരണങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന് ഡീഫോറസ്റ്റേഷൻ, നമ്മൾ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സസ്യങ്ങളോ മരങ്ങളോ ഭൂമിയിൽ കാണുന്നില്ല വനം നശിപ്പിക്കുന്നത് മൂലം. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ലാർജ് സ്കെയിൽ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ. നമ്മൾ മോട്ടോർ വാഹനങ്ങളിലും നമ്മുടെ വീടുകളിലാണെങ്കിലും ഫാക്ടറികളിലാണെങ്കിലും ഒരുപാട് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ അമിത ഉപയോഗവും അന്തരീക്ഷത്തിൽ ഈ മലിനീകരണത്തിന് കാരണമായ വാതകങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എക്സ്പ്ലെയിൻ ദി അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഏത് ചോദിച്ചാലും നമ്മൾ ഒരേ പോയിൻറ്റ്സ് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ
അഡ്വേഴ്സ് ഇഫക്ട്സ് എന്തൊക്കെയാണ്, അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിൽ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം വളരെയധികം വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. 2 മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ് ആൻഡ് റൈസ് ഇൻ വാട്ടർ ലെവൽ ഇൻ ഓഷ്യൻസ്, ലേക്സ് എക്സെട്ര ആൻഡ് ഫ്ലഡിംഗ് ഓഫ് ലോ ലൈങ് ഏരിയാസ് ഓൾ ഓവർ ദി എർത്ത്. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നത് കടലിലെയും നദികളിലെയും ജലനിരപ്പ് ഉയരുന്നതിന് കാരണമാകുകയും ഭൂമിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അടുത്തൊരു പോയിൻ്റാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് സച്ച് ആസ് യെല്ലോ ഫീവർ, ഡെങ്കു ഫീവർ, മലേറിയ, സ്ലീപ്പിംഗ് സിക്നസ് എക്സെട്ര. ആഗോളതാപനം ഡെങ്കിപ്പനി, മലേറിയ, മഞ്ഞപ്പനി, ഉറക്ക സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത 10 ക്വസ്റ്റ്യനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.